പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളോട് അടുത്തു വരുവാൻ കർത്താവ് തരുന്ന ഈ വിലപ്പെട്ട സമയത്തിനായി, സാവകാശത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു വേദവാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം ഈ പ്രഭാത യാമത്തിൽ പങ്കിടുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ആ വാക്യം ഇങ്ങനെയാണ്, സങ്കീർത്തനം 8:5. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് 2 കിരീടങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് തേജസ്സിന്റെ കിരീടവും മറ്റൊന്ന് ബഹുമാനത്തിന്റെ കിരീടവും. ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ തേജസ്, ബഹുമാനം എന്നീ 2 കിരീടങ്ങൾ നമ്മെ അണിയിച്ചു എന്നത് ആശ്ചര്യകരമായിരിക്കുന്നു, അല്ലെ? എന്നാൽ പാപം പ്രവേശിച്ചപ്പോൾ നമ്മുടെ തലയിൽ നിന്ന് കിരീടങ്ങൾ വീണുപോയി. മനുഷ്യൻ തേജസ്സും ബഹുമാനവും നഷ്ടമാക്കി. ഞങ്ങൾ നിന്ന കേട്ട് ലജ്ജിച്ചിരിക്കുന്നു, ലജ്ജ ഞങ്ങളുടെ മുഖം മൂടിയിരിക്കുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നീ വേദവാക്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇരമ്യാവ് 51:50, 51, റോമാലേഖനം 3:23 വാക്യം. ഈ വാക്യങ്ങളെയാണ് ഞാൻ ഉദ്ധരിച്ചത്. എന്നിരുന്നാലും ഈ കൃപായുഗത്തിൽ നമ്മെ വീണ്ടും തേജസ്സും ബഹുമാനവും അണിയിക്കുവാൻ ദൈവം ഒരു പുതു മനുഷ്യനെ സൃഷ്ടിക്കുന്നു. എങ്ങനെ നമുക്ക് ഈ കിരീടങ്ങൾ പ്രാപിക്കാം? തേജസ് എന്നാൽ എന്താണ്? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ നിനക്ക് തുല്യനാരെന്ന് പുറപ്പാട് 15:11 നാം വായിക്കുന്നില്ല. നമ്മുടെ ദൈവം വിശുദ്ധിയിൽ മഹിമയുള്ളവനായിരിക്കുന്നതിനാൽ ദൈവത്തിന്റെ വിശുദ്ധിയാണ് യഥാർത്ഥ മഹിമ. ബഹുമാനം എന്നാൽ എന്ത്? മാനവത്തിന് വിനയം മുന്നോടിയാകുന്നു. സദൃശവാക്യം 15:33. ആകയാൽ തേജസ്സിന്റെ കിരീടവും മാനത്തിന്റെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധിയെയും താഴ്മയെയും കാണിക്കുന്നു എന്ന് മനസ്സിലാക്കാം. സാധാരണയായി കിരീടം തലയിലാണ് വെക്കുന്നത്. തല ചിന്തയെ കുറിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ വാക്കുകളിലും ഭാവത്തിലും വിശുദ്ധിയും താഴ്മയും ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ചിന്തയിൽ അതുണ്ടായിരിക്കുകയില്ല. നമ്മുടെ മനസ്സ് അഥവാ ചിന്തകളെല്ലാം ദൈവത്തിന്റെ വിശുദ്ധിയാലും താഴ്മയാലും നിറഞ്ഞിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവ നമുക്ക് തേജസ്സിന്റെയും മാനത്തിന്റെയും കിരീടമായിരിക്കും. ദൈവമക്കളെ, വിശുദ്ധിയും താഴ്മയും നമ്മുടെ ചിന്തകളെ അലങ്കരിക്കുന്നില്ലെങ്കിൽ നാം അപമാനത്തിലാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി എന്ന് പറയത്തക്കവണ്ണം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, സ്തോത്രം ചെയ്യാം. ദൈവകരങ്ങൾ നമ്മൾ തന്നെ ഒരു നിമിഷം സമർപ്പിച്ചു കൊടുക്കാം, ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ നന്മകളെ ഓർത്ത്, ഉപകാരങ്ങളെ ഓർത്ത് വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രഭാതയാമത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2 കിരീടങ്ങളെ കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചത് കർത്താവേ, ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തി നടത്തണമേ, സഹായിക്കണമേ. അവിടുത്തെ നാമമഹത്വത്തിനായി വിശുദ്ധിയും താഴ്മയും ഉള്ളവരായി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. വാക്കുകളിലും ഭാവത്തിലും വിശുദ്ധിയും താഴ്മയും ഉണ്ടായിരിക്കുന്നവരുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ പൊന്നുകരങ്ങളിൽ താഴ്ത്തുന്ന കൃപ ഉപയോഗിക്കണം, ബലപ്പെടുത്തണം. ഈ പകൽക്കാലം ജീവിപ്പാൻ അവിടുന്ന് തരുന്ന സമയങ്ങൾ അവിടുത്തെ നാമമഹത്വത്തിനാക്കി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപയുടെ ആത്മാവിനാൽ ഞങ്ങളെ നടത്തണമേ. പൊന്നുകരങ്ങളെ താഴ്ത്തുന്നു കർത്താവേ. ഈ ആലോചനകൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അവിടുന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. അവരുടെ ജീവിത വഴികളിൽ കൃപ ഉപയോഗിക്കണം, ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.